പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ അധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വണ്ടിക്കകത്തിരുന്ന ഒരു ഇൻട്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ എവിടെ പോയാലും നമ്മുടെ ബ്രോയെയും കൂടെ നമ്മൾ വിളിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോയും നമ്മുടെ കൂടെയുണ്ട്. ഫംഗ്ഷൻ അതിന്റെ മുറക്ക് എങ്ങനെ നടക്കും, നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിപാടികൾ നടത്താം. ഭക്ഷണം, വെള്ളം, ഇതെല്ലാമായിട്ട് നമുക്ക് നമ്മുടെ പരിപാടി അടിപൊളിയാക്കണം. അതിന്റെ കൂടെ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ചെറിയൊരു ടിപ്പും കൂടെ തരാം. നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലും കണ്ണിലും എല്ലായിടത്തും നമ്മുടെ ബ്രോയും കൂടെ ഉണ്ട്. റെഡിയല്ലേ? യെസ്. രാത്രി ആയതുകൊണ്ടാണോ അറിയത്തില്ല, ഭയങ്കര ഇരുട്ട്. വണ്ടി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിച്ച് പിന്നിച്ചങ്ങ് വിടും. കാരണം ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, വണ്ടി ഒന്ന് ഫ്രീ ആയി റോഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അടിച്ചു വിടും. തൊട്ടടുത്തായിരിക്കും ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ ഡൈവേർഷൻ ഉണ്ടാവും. അപ്പോഴേക്ക് നേരെ പോയി ഇടിയ, അതോടെ തീർന്നു. ഇത് നമ്മുടെ ജോമോജിയുടെ ടെറിട്ടറിയാണ് കേട്ടോ. ഇത് നമ്മുടെ ജോമോജിയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി മാർക്കറ്റൊക്കെ ഈ ലൊക്കാലിറ്റി ഒക്കെ തന്നെയാണ്. ഇവിടെയൊക്കെയാണ് നമ്മുടെ താവളങ്ങള്. അത് റോഡ് ചെറുതായ വണ്ടിയെല്ലാം കൂടെ അടുപ്പിച്ച് വരുക. എവിടെയെങ്കിലും ഒന്ന് ഇവിടെ കൂടെ പൊടിച്ച് ഇവിടെ കൂടെ കയറാനുള്ളതാ. എവിടെ കൂടെ യൂട്ടേൺ എടുത്തോണ്ട് വരേണ്ടി വരുമോ? നേരെ ബാധിക്ക് സ്ഥലമുണ്ടെന്ന് തോന്നല്ലേ? നേരെ കയറ്റി വിട്ടല്ലേ നമ്മള്. ഓക്കെ ഗായ്സ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. നല്ല എൻഡിയുടെ കാൽപാതകൾ വീണ്ടും ഇവിടെ പതിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ it was a wonderful video and this time that wonderful video is going to get more excited. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒന്നാണ്. നിങ്ങൾക്കറിയാം, എൻഡി എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരാറുള്ളൂ. അതാണ് എനിക്കും ഇഷ്ടം, നിങ്ങൾക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടമാണല്ലോ എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം. Beware of these trees. കാരണം ഇത് നിങ്ങളെ ചിലപ്പോൾ വാള് വെട്ടിക്കും. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കത് ഫ്ലേവേർഡ് വാട്ടർ അടിക്കാൻ വേണ്ടി വയ്യ. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇപ്പം ഈ ഗ്ലാസ്സിലോട്ട് വീടുന്ന ഫ്ലേവേർഡ് വാട്ടർ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ബ്രാൻഡാണ്. നമ്മുടെ ബ്രോയുടെ മുട്ടത്തലേനും ഞാനുമായിട്ട് ഭയങ്കര ബന്ധങ്ങളാണ്. മുട്ടത്തല എങ്ങനെ 60 അല്ലേ? കുഴി വെള്ളമുണ്ടായിരിക്കും അല്ലേ? പോരാ അത്രയും പോരാ, ഒരെണ്ണം കൂടെ. എൻ്റെ എക്സ്പീരിയൻസ് മുന്നെടുത്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ എതിർ അഭിപ്രായം ഉണ്ടാകാം, പക്ഷെ എനിക്ക് തോന്നലുള്ളതിൻ്റെ അതിൽ നിന്നും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറേ ബ്രാൻഡുകളാണ് ഞാനിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ദ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കമ്പനി ബ്രാൻഡാണ്. പക്ഷേ അതിൽ നിന്നും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ MC വിസ്കി. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് അമിതമായിട്ട് കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് വാള് വിൽക്കാൻ. കാരണം ഞാനിപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ പലതും ചിലപ്പോൾ ഇതിലില്ലാത്ത ഞാൻ എപ്പോഴൊക്കെ ഞാൻ ടോപ്പ് 10 ലിസ്റ്റ് ചെയ്യുമോ അതിലൊന്നും പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് ബ്രാൻഡ്സ് ആർ ദേർ ഇൻ ദ വേൾഡ്. പക്ഷേ ഞാൻ ഈ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും എൻ്റെ അറിവ് കൊണ്ടും മാത്രം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡുകൾക്ക് മറ്റെല്ലാവർക്കും ഒരുപക്ഷെ സ്മൂത്ത് ആയിരിക്കും, അല്ലേ? അതെ, ഇവന് പോലും സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്ലീസ് ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ അടുത്ത ആൾ ആരായിരിക്കും? മോർഫിയസ് ഞാൻ പറയില്ല, കാരണം മോർഫിയസ് ഈസ് എ പോപ്പുലർ തിങ് which doesn't have any hangover of any sound. ബ്രോക്കോട് പറഞ്ഞു
അതെ, ബ്രോക്കോഡ്. പുള്ളിയുടെ സജഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. കാരണം ബ്രോക്കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ലിക്കർ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ബിയർ ആൻഡ് ഇറ്റ് കാൺ ബി എ വൈൻ. ഒരു വാട്ട് കാൻ ഇറ്റ് ബി? സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് സംതിങ് റെയർ. ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. കാരണം ഞാൻ പേഴ്സണലി ഒരു ബ്രോക്കോഡ് ചലഞ്ച് തന്നെ ചെയ്തതാണ്. നിങ്ങൾ അതിൻ്റെ സാക്ഷിയാണ്. 3 എണ്ണം അറ്റ് എ ടൈം ഞാൻ കഴിച്ചു. ഞാൻ ഒരു ദിവസം താങ്ങിയില്ല. പുള്ളിക്കാരൻ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയും. അപ്പോൾ ബ്രോക്കോഡ് ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല പെർഫെക്റ്റ് കിക്ക് കിട്ടണമെങ്കിൽ ഒരു 2 എണ്ണം. 3 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി അൺകൺട്രോളബിൾ ഫോർ ദ ഫ്യൂ ഡേയ്സ്. സോ ലെറ്റ്സ് ഡു ദിസ് മാൻ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഡിഷുകളെല്ലാം ട്രേഡ് മാർക്കാണ്. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പേഴ്സണലി കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. നിങ്ങൾക്കറിയാം, കൊള്ളത്തില്ലെങ്കിൽ എത്ര സ്റ്റാർ വാല്യൂ ഉള്ള ഹോട്ടലാണെങ്കിലും ഞാൻ മോശം പറയും. അതാണ് അതിൻ്റെ ട്രൂ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഞാൻ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ കഴിച്ച ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ വരെ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഡിപ്പിൽ മുക്കരുത്, അത് കഴിച്ചോ. കാരണം ഡിപ്പിൽ മുക്കാതെ അതിൻ്റെ ജെനുവിനിറ്റ്സ് കളയാതെ ഒന്ന് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കഴിച്ചു നോക്കാം. എന്ത് പറയും? വേറെ ആ എണ്ണയുടെ ഒരു ഇതോ ഇല്ല, അത് കാണുമ്പോഴേ ഡ്രൈ ആണ്. എണ്ണയൊക്കെ ഒട്ടും ഇല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഫുഡിനെ ഞാൻ അത് പ്രശംസിച്ച് പറയുന്നില്ല. എനിക്ക് ഫീലായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാറുള്ളൂ. അടുത്ത ഏതായിരിക്കും? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അൺഒഫീഷ്യലി? എൻ്റെ ലിസ്റ്റിനകത്ത് പുറത്ത് കിടക്കുന്ന ഏതെങ്കിലും ബ്രാൻഡ്? മലബാർ ഹൗസ്, വാസ്കോ. സെയിം പേജ്. മലയാളം തന്നത ഭാഷയിൽ പറയുമ്പോൾ സെയിം പേജ് എന്നൊക്കെ കുട്ടികൾ പറയത്തില്ല. ദ സെയിം തിങ്. മലബാർ ഹൗസും എൻ്റെ ലിസ്റ്റിനകത്തുള്ളതാണ്. അതെ, മലബാർ ഹൗസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം അല്ല, ഒരു തവണ നമ്മുടെ ഡ്രങ്കിനുമായിട്ട് റമദയിൽ വെച്ചു. അപ്പോൾ ആ സാധനം ഇത്തിരി പെശകാണ് അല്ലേ? പെശകാണ്. താങ്കൾ ഫീൽ ചെയ്തില്ലേ? സെയിം തിങ് ഗോസ് വിത്ത് മീ. കാര്യം ഓർമ്മ, കാരണം ഇപ്പം ഈ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് VSOP എന്ന് പേര് വെറുതെ പറയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലേവർഡ് വാട്ടർ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബേസ്മെൻ്റിൽ ഒരു ഫ്ലേവർ കിട്ടി. മറ്റൊന്നുമല്ല, വാസ്കോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ ഒരു ഫീമെയിൽ സബ്സ്ക്രൈബർ നമുക്ക് റെക്കമെൻഡ് ചെയ്തൊരു ബ്രാൻഡാണ്. നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ട് ബിഫോർ എവ്രിതിങ്. അപ്പോൾ വാസ്കോ ഞാൻ ട്രൈ ചെയ്തു. മേ ബി ഇറ്റ്സ് ഓക്കെ വിത്ത് ലേഡീസ്, പക്ഷേ ഫോർ മെൻ ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. വാസ്കോ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചതാണ്. വാസ്കോഡ ഗാമ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചൊരു വ്യക്തിയാണ്. ആ പേര് പോലെ തന്നെ വാസ്കോയും അത്ര ശരിയല്ല. ദാറ്റ്സ് സിർഫ് മേര ഒപ്പീനിയൻ ഹെ. അതുകൊണ്ട് അത് മനസ്സിലാക്കി. ഫ്ലേവർഡ് വാട്ടർ തീർന്നു ബ്രോ, ഏക് ഓർ പേക്ക് ചായ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. പെർഫെക്റ്റ്ലി ഡൺ. താങ്ക് യു. ഇവർക്ക് ഒരുപാട് ട്രേഡ് മാർക്ക് സാധനം ഉണ്ടെങ്കിലും ദിസ് വൺ ഈസ് ദ ഫേവറേറ്റ്. ഇതിലെല്ലാം ഉണ്ട് ആക്ച്വലി. ബ്രോ, ഒരു ഫോർക്ക് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഐസ് അല്ല, ഫോർക്ക്. പിന്നെ ട്രൈ ചെയ്യാൻ നോ യു ഹാവ് ടു ട്രൈ ദിസ് മാൻ. കാരണം നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും താങ്കൾ ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇത് ട്രൈ ചെയ്താൽ താങ്കൾ ഇനിയും വേണമെന്ന് പറയും. എന്ത് തോന്നുന്നു? സ്പൈസിയാണ്. അതെ, പക്ഷെ നമ്മുടെ റമദയിലെ കഴിഞ്ഞ ദിവസം കഴിച്ച ചിക്കൻ 65 അത്രയും സ്പൈസിനെസ് വരില്ല. ശരിക്കും സ്പൈസിയാണ് നീ കഴിച്ചു. അതെ അല്ലേ? എന്നാ ഒന്ന് ട്രൈ ചെയ്യണല്ലോ. ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ല. മൈ മെയിൻ ഹൈലൈറ്റ് ഈസ് ദിസ് ഈസ് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് അവർ ചാനൽ, ഈ ഫ്ലേവർഡ് വാട്ടർ. അപ്പോൾ ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത് കഴിക്കുന്നവർക്കേ ഒരു ഫുഡ് എൻജോയ് ചെയ്യാൻ പെർഫെക്റ്റ്ലി പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുക, എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. I want more. നീ കൂടുതൽ നിർബന്ധിച്ചാലുണ്ടല്ലോ
ഞാൻ അതിനകത്തോട്ട് മദ്യം ഒഴിച്ചിട്ട് ഞാൻ അതിനകത്ത് കുടിക്കും ഞാൻ. മൊട്ടത്തലേന്റെ ടോക്കൺ വീണല്ലേ, നമ്പർ വീണ്. ലെജൻഡ് അല്ലേ അത്? കൂടിപ്പോയില്ലേ, ഇതിലോട്ടൊഴി, മുകളിലിരിക്കൽ. കംപ്ലീറ്റ് അടിച്ചു, കുറഞ്ഞു പോയല്ലേ ബ്രോ. ഒരു സോഡ കൂടെ തരാമോ? ഞാൻ ഈ കൈ വിടുന്ന് മാറ്റത്തില്ല ഏട്ടാ. ആ സോഡ ഇത് കട്ട് ചെയ്തുമില്ല. ആ സോഡയോ? അത് വേറൊരു വ്യക്തിയുടെ സോഡയാണ്. നമ്മൾ അന്യരുടെ മുതൽ ആഗ്രഹിക്കാൻ പോലും പാടില്ല. മെക്ടൗൾസ്. നമ്മൾ MC കുറിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ. മതി മതി മതി. വലിയ ഗ്ലാസ്സാണ്. പിന്നെ അവസാനം ഇത് മുഴുവൻ ഞാൻ കുടിച്ചു തീർക്കാൻ പാടുപെടും. സോ ഇൻ ദ മീൻ ടൈം എനിക്ക് ഇവരുടെ ചില്ലി ചിക്കൻ ഒന്നും കൂടെ വേണം. വലിയ ചങ്കാണ് കേട്ടോ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീല പറഞ്ഞ ഭയങ്കര സ്പൈസിയാണ്. ബട്ട് ദിസ് വൺ ഈസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആൻഡ് പെർഫെക്റ്റ്ലി സ്പൈസ്ഡ്. ഞാൻ സ്പൈസി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സ്പൈസിനെസ്. അതെ, യാ ദിസ് വൺ ബിഗ് പീസ്. അപ്പോൾ അടുത്ത കണ്ടസ്റ്റന്റ് ഇത് ടൂർണമെന്റും കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ദ നെക്സ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരുവാണ്. എന്നെ ബുദ്ധിമുട്ടിച്ചുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി, എന്താ പേര് പറഞ്ഞു മറന്നുപോയല്ലോ, മാജിക് ബ്ലാക്ക്. അതെ, ടോട്ടലി മാജിക്. ഇറ്റ്സ് നോട്ട് മാജിക് മൊമെന്റ്സ് ബട്ട് എ തിങ് വിച്ച് ഈസ് കോൾഡ് മാജിക് ബ്ലെൻഡ്. എനിക്ക് പോലും അറിയത്തില്ല അത് എന്താണ്. ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നു. ബിക്കോസ് ദിസ് വൺ ഹാസ് എ ഗോൾഡൻ ഫിനിഷ് ടു ഇറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നൊരു കാര്യമാണ് ഗോൾഡൻ ഡെയിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അത് ഒരിക്കലും ട്രൈ ചെയ്യരുതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അതൊരു ഡീഗ്രഡേഷൻ ആവും. ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിനെ ഡീഗ്രേഡ് ചെയ്യാറില്ല. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സോ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഗോൾഡൻ ഡെയിൽ എന്ന് പറഞ്ഞൊരു ചാത്തൻ സാധനമാണ്. ഈ ഗോൾഡൻ കളർ കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് അല്ല, അടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്താ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ ബ്രോയ്ക്ക് എന്തോ പറയാനുണ്ട്. ലാസ്റ്റ് എനിക്ക് ഒരു ടൈറ്റ് തന്ന നീയാണ്. ഞാൻ 2-3 വർഷമായി കാണും ഒന്ന് വാള് വെച്ചിട്ട് അടിച്ച് തക്കീല. ലാസ്റ്റ് നീ ഒരു കേട്ടില്ല തക്കീല നമ്മള് കഴിഞ്ഞ ദിവസം കഴിച്ചതാണ്. 5-6 പെഗ് എന്നെ കൊണ്ട് അടിപ്പിച്ച് വീട്ടിൽ ചെന്ന്. അത് പെഗ് മാത്രമല്ല, അത് ഷോർട്ട് ആയിരുന്നു. ഷോർട്ട് തെറ്റുപോയി. എന്നെ കൊണ്ട് അത്രേ പറ്റത്തില്ല. കുറെ കാലമായിട്ട് മിസ് ചെയ്ത സാധനമുണ്ടോ വാള്. ഒറ്റ ഇരിപ്പിലല്ലേ അടിക്കുന്നത്. അതെ, ആദ്യമായിട്ട് അടിക്കല്ലേ. അതെ, പിന്നെ വാള് വെച്ചല്ലേ. അതെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് ടെക്കീൽ അടിച്ചിട്ട് പുള്ളിക്കാരൻ വാള് വെച്ചു. സോ ഞാൻ എൻ്റെ ഒരു ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു ടെക്കീല. പക്ഷേ എനിക്ക് പറയാനുണ്ട്, അതായത് ടെക്കീല അതൊരു ഷോർട്ടാണ്, എല്ലാവർക്കും ഒന്നും അത് അഡ്ജസ്റ്റ് ആവില്ല. സോ ബിവെയർ ഓഫ് ടെക്കീല. കാരണം ടെക്കീല ഒരു 1 ഷോട്ട് അടിച്ചാൽ പോലും ചിലർക്ക് പിടിക്കത്തില്ല. കാരണം ഫസ്റ്റ് ടൈം അടിക്കുവാണെങ്കിൽ ഒരിക്കലും ടെക്കീല എനിക്ക് ഇഷ്ടമല്ല. വൈറ്റ് സാധനം എനിക്ക് ഇഷ്ടമല്ല. അതെ, ബെക്കാടി അടിക്കുവാണെങ്കിൽ മാക്സിമം 3 ബെഗിൽ ഞാൻ നിർത്തും. കാട്ട ബ്ലാങ്ക, വൈറ്റ്, അതെ കാട്ട ബ്ലാങ്ക. അതിൽ കൂടുതൽ ഞാൻ അടിക്കാറില്ല. വൈറ്റ് നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. കളർ, അത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. എപ്പോഴും മോർഫിയസ് അതാണ് നമ്മുടെ ഫേവറേറ്റ്.
ലോകത്ത് എത്ര ബ്രാൻഡുകളുണ്ട്, എങ്കിലും ചിലരങ്ങനെയാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ മുട്ടത്തലനെ ഒഴിച്ചു പിന്നെ നമ്മൾ 2 പെഗ് അടിച്ചിട്ട് പോകുമ്പോൾ ഓക്കെ അല്ലേ? ഞാനിതെന്താ ഇങ്ങനെ പാതി വഴി വെച്ചിരിക്കുന്നു? ഇതിനകത്ത് എല്ലുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. എല്ലുണ്ടോ? ഇല്ല, എല്ല് പോലെ തോന്നി. അതെന്താ അവിടെ സംഭവിച്ചത്? ഒരു മിന്നായം പോലെ കണ്ടല്ലോ. പഠിച്ച് ഒരു ഓഹോ, ഓക്കെ ചീസ്. എന്ത് ചേസ്? ഇത് തന്തൂറല്ല, ഇങ്ങനെ ഇടയ്ക്ക് അടിച്ചു പറിക്കാണ്ട്. ചൂട് പോയി അത് കൊത്തിയതാ, വലുതായി പോയി. ഇതുള്ളിൽ ചെറുതാണത്. അതെ, കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് സ്മോൾ. തിമിംഗലത്തെ പൊരിയുന്നല്ലോ. ഇതൊരു, ഞാൻ അന്നും പറഞ്ഞു ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റാണ്. അത് എവിടുന്നാന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ആള് ജമൈക്കനാണ്. ജമൈക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, ഉസൈൻ ബോൾട്ട്, ജമൈക്ക. അപ്പൊ അതെ, ഞാൻ പണ്ടാരക്കുളം അല്ലേ, എന്ത് പണ്ടാരമാണോ, പുന്നക്കടേ, എന്തോ ഒരു തേങ്ങാണ്ടിക്ക് മേടിച്ചാണ്. നമ്മുടെ കോവിഡ് സമയത്ത് ഞാനും ഡ്രങ്കനും കൂടെ മേടിച്ചൊരു സാധനമാണ്. അന്ന് ചാത്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് മേടിച്ച് കുറെ നാള് വെച്ചോണ്ടിരുന്നിട്ട് കാറിനകത്തിരുന്ന് ചെയ്തൊരു വീഡിയോ ആണ്, ജമൈക്കൻ മാജിക് എന്ന് പറഞ്ഞ റമ്മ്. അതെന്നെ ശരിക്കും പയറ്റിയതാണ്. അപ്പൊ ജമൈക്കൻ മാജിക് അവന് വേണ്ടി. അതെ, ജമൈക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, എല്ലാവരുടെയും പേടി സ്വപ്നം, അല്ലെങ്കിൽ ഒരു പരിധി വരെ എല്ലാവരുടെയും പേടി സ്വപ്നം ആരാണ്? ജവാനാണോ? നോ, ഇറ്റ്സ് നോട്ട് ജവാൻ. ആ കണ്ട, സത്യങ്ങള് പുറത്തു വരുന്ന കണ്ട. ഇല്ല, നമുക്ക് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് പറയാണ്. പക്ഷെ കോണ്ടസയുടെ വൈറ്റ് എന്നെ വലച്ചിട്ടില്ല. പക്ഷേ കോണ്ടസയുടെ ഡാർക്ക് അൺഒഫീഷ്യലി നമ്മുടെ വീഡിയോക്ക് ഇത് വന്നിട്ടില്ല. പക്ഷെ കോണ്ടസയുടെ വൈറ്റ് എന്നെ ശരിക്കും, ഐ മീൻ ഡാർക്ക് ശരിക്കും വലച്ചിട്ടുണ്ട്. ഞാൻ വാള് വരെ വെച്ചിട്ടുണ്ട്. സോ കോണ്ടസ റമ്മ് ബ്ലാക്ക്, അങ്ങനല്ലേ പറയണ്ടേ? ബ്ലാക്ക് 8 PM. എനിക്ക് 8 PM വിസ്കി എനിക്ക് പ്രശ്നമില്ല. ഞാൻ 8 PM വിസ്കിയാണ്. 8 PM റമ്മടാ. 8 PM വിസ്കിയാണ്. റമ്മുണ്ടോ? 8 PM റം ഇല്ല. 8 PM never has a rum. 8 PM റമ്മില്ല. ഇല്ല, 8 PM വിസ്കി ഒള്ളി 100%. അപ്പൊ 8 PM എന്തോ ആയിക്കോട്ടെ, കട്ടി താഴെ വന്നോ ആവോ? എന്നാ നീ അങ്ങോട്ടില്ല. പുള്ളിയുടെ ഒരു താഴെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, താങ്കൾ അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഹലോ, എവിടാ നീ? എവിടാ? അപ്പൊ കോണ്ടസ എനിക്ക് വൈറ്റ് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇറ്റ്സ് സൂപ്പർബ്. എടാ നീ മുന്നോട്ട് അടിച്ചിട്ടു. ഇല്ല, കഴിഞ്ഞില്ല. ഞങ്ങൾ കണ്ട വീഡിയോ നടന്നുകൊണ്ടിരിക്കുക. വാ എടാ, വാടാ. ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ പോയിന്റ്, നമ്മുടെ കേരളക്കാരുടെ സ്വന്തം സാധനം. കാലഹരണപ്പെട്ടു പോയ ഒരുപാട് പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ദ സെയിം തിങ്, ജവാൻ. അതെ, തിരുവല്ല ഡിസ്റ്റിലറിയിൽ നമ്മുടെ സ്വന്തം കേരളക്കാരുടെ പ്രോഡക്റ്റ്. അതിപ്പോൾ ഒരുപാട് പേരുദോഷം കേൾക്കുന്നുണ്ട്. അഴിമതിയുടെ പേരിൽ, തിരുമലയുടെ പേരിൽ. ദ സെയിം തിങ് ജവാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കതാണ് ഫീൽ. That's the number one thing actually. ഇത് ആക്ച്വലി ഒരു ജഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിറച്ചു കുടിക്കാൻ എന്നെ കൊണ്ടുപോയി.